കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിൻ്റെ ഡൊമൈൻ എന്താണെന്നും റേഞ്ച് എന്താണെന്നും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ എങ്ങനെയാണ് ഇൻവേഴ്സ് ആക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം എന്നതാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ദി ഫസ്റ്റ് sin x, the domain is R and the range is closed interval -1, 1. Now if you define sin inverse x, the domain become the range of sin x. Similarly, cos x, domain is a topol real number and range is closed interval -1, 1. Now if you define cos inverse x, the domain become closed interval -1, 1. Similarly, tan x, domain set of all real number minus odd multiple of pi by 2, odd integer multiple of pi by 2. The range is R. Cosecant x, the domain is R minus n pi, where n is an integer, and the range is all real number except open interval -1, 1. All real number greater than or equal to 1 or less than or equal to -1. Secant x, the domain is set up all real number minus odd multiple of pi by 2, and the range is R minus open interval -1, 1. For cot x, the domain is R minus n pi and the range is R. Now if you define the inverse of these functions, the domain become the range of these functions. But also you know that these functions are not bijections. So we have to make some adjustment in the domain of these functions to make it as invertible. For sin inverse x, the domain is closed interval -1, 1 and range is open closed interval -pi by 2 to pi by 2. Cos inverse x, domain is closed interval -1, 1 and range is closed interval 0, pi. Tan inverse x, domain is R and the range is open interval -pi by 2, pi by 2. For cosecant inverse x, domain is R minus open interval -1, 1 and range is closed interval -pi by 2, 0 union 0 u, pi by 2. That means all real number between -pi by 2 and pi by 2 including both except 0. For secant inverse, domain is set of all real number greater than or equal to 1 or less than or equal to -1. That means R minus open interval -1, 1. The range is closed interval 0, pi excluding the value pi. For cot inverse x, the domain is set of all real number and the range is open interval 0, pi. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം എന്ന കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളിനി ഇൻവേഴ്സ് ട്രിഗോണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുവാൻ തുടങ്ങിയാണ്. ആദ്യമായി നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് വരക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം y = sin x എന്ന ഫംഗ്ഷൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതൊരു മെനി-വൺ ഇൻറ്റു ഫംഗ്ഷൻ ആണെന്നും ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആണ്, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1 ആണ്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ x ആക്സിൽ എടുക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1ഉം y ആക്സിൽ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ആറിന് പകരം അതിനെ നമ്മൾ ഒരു ആറിൻ്റെ ഒരു പാർട്ടായ ക്ലോസ്ഡ് ഇൻ്റർവൽ -pi by 2 മുതൽ +pi by 2 വരെയുള്ള റീജിയനാണ് എടുക്കുന്നത്. അതായത് നമുക്കിങ്ങനെ സൂചിപ്പിക്കാം. ഈ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ sin x എന്ന് പറയുന്ന ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -pi by 2 to pi by 2 മുതൽ -1, 1 ഉള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുന്നത്. അതായത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മളെ ഡൊമൈനായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1ഉം റേഞ്ചായിട്ട് വരുന്നത് -pi by 2 +pi by 2 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കാം. ആക്ച്വലി ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് വരക്കാം. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ലൈൻ ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് റിഫ്ലക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ റിഫ്ലക്റ്റ് ദിസ് ഗ്രാഫ് എബൌട്ട് ദിസ് ലൈൻ. അപ്പോൾ ഇതായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സിന് ഒന്നിൽ കൂടുതൽ വൈ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഒരു പാർട്ടിനെ മാത്രമേ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫായിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഹൈഡ് ചെയ്യാം, ലൈൻസൊക്കെ ഹൈഡ് ചെയ്യാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. വേണമെങ്കിൽ y = x വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ വാല്യൂ വരും, വാല്യൂ ഇൻ റേഡിയൻ മെഷർ, വാല്യൂ ഇൻ വൈ ആക്സിൽ ആംഗിൾ ഇൻ റേഡിയൻ മെഷർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എക്സ് ആക്സിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിലേക്ക് മാറ്റും? എക്സ് ആക്സിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആംഗിളിന് പകരം നമ്മളത് നമ്പറായിട്ട് എടുക്കും. ഇതാണ് എക്സ് ആക്സിൽ എടുക്കുന്നത്. നേരെ തിരിച്ച് വൈ ആക്സിൽ ഇവിടെ നമുക്ക് ആംഗിളായിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് ക്ലിയറായി. അതായത് -π/2 മുതൽ +π/2 വരെയുള്ള റേഞ്ചിൽ ഈ ഒരു പാർട്ടാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇനി നമ്മൾ ഡയറക്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ്, റേഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് ഈ ഗ്രാഫിനെ റെസ്ട്രിക്റ്റ് കഴിഞ്ഞാൽ അത് ഇൻവേഴ്സിൻ്റെ ഗ്രാഫായിട്ട് മാറും. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഡയറക്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അതായത് -π/2 മുതൽ +π/2 വരെയുള്ള ഈ ഒരു പാർട്ടാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 മുതൽ -1 മുതൽ +1 മുതൽ വരെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവലിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 +π/2 വരെയുള്ള റീജിയനിലേക്ക് വരക്കുന്ന ഈ ഒരു ഡയഗ്രാമിലാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും വരക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം y = cos എക്സിൻ്റെ ഗ്രാഫ് വരച്ചു. ഇത് ബൈജക്ഷൻ അല്ല. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിൽ ശരിക്കും പറഞ്ഞാൽ ആംഗിളാണ് മാർക്ക് ചെയ്യേണ്ടത്, വൈ ആക്സിൽ വാല്യൂ ആണ്. നമ്മൾ വേണമെങ്കിൽ എക്സ് ആക്സിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. എക്സ് ആക്സിൽ വാല്യൂവിന് പകരം ആംഗിൾ എടുക്കുന്നു, വൈ ആക്സിൽ വാല്യൂ എടുക്കുന്നു. ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്, കോസ് എക്സിൻ്റെ ഗ്രാഫ്. നമ്മൾ ഇതിനെ 1/(1/2) ആക്കാൻ വേണ്ടിയിട്ട് x<0 x> ഈ ഒരു പാർട്ടിൽ ഈ ഫംഗ്ഷൻ 1/(1/2) ആയിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ 0π എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഒരു ബൈജക്ഷനാണ്. ഇപ്പോൾ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ 0π എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ റേഞ്ചിൽ വരും, ക്ലോസ്ഡ് ഇൻ്റർവൽ -1 എന്ന് പറയുന്നത് ഡൊമൈനിൽ വരും. ഇനി നമുക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കാം. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ വാല്യൂ, വൈ ആക്സിൽ ആംഗിളാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ചേഞ്ച് വരുത്താം. എക്സ് ആക്സിൽ വാല്യൂ, വൈ ആക്സിൽ ആംഗിളായിട്ട് എടുക്കാം. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പം ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. ഇങ്ങനെയാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരക്കുന്നത്. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാൻ നോക്കാം. അപ്പോൾ നമ്മളറിയാം എക്സ് ആക്സിൽ ആംഗിളും ടാൻ എക്സിൻ്റെ ഗ്രാഫ് ആദ്യം വരച്ച് നോക്കാം. അപ്പോൾ ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇത്
ഒരു മെനി വൺ ഫംഗ്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് ഓൺ ടു. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ബൈജക്ഷനാക്കി മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റീജിയനിൽ ഫംഗ്ഷൻ ബൈജക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ, അതായത് ഇവിടെ ആംഗിൾ എക്സ് ആക്സിൽ ആംഗിളും വൈ ആക്സിൽ വാല്യൂ എടുക്കുക. അപ്പോൾ -π/2 മുതൽ π/2 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലാണ് താനെക്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈജക്ഷനായിട്ട് വരും. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -π/2 മുതൽ π/2 വരെയുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിൽ വാല്യൂ, വൈ ആക്സിൽ ആംഗിളും മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ താനെക്സിൻ്റെ ഗ്രാഫ് തൽക്കാലം ഹൈഡ് ചെയ്യുകയാണ്. ഇനി താൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് താൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറും വൈ ആക്സിൽ -π/2 മുതൽ π/2 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കിനി വരക്കാൻ ബാക്കിയുള്ളത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നീ ഫംഗ്ഷനുകളുടെ ഗ്രാഫാണ്. നമുക്ക് ആദ്യം കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ y = കൊസീക്കൻ എക്സിൻ്റെ ഗ്രാഫ് വരക്കുന്നു. ഇവിടെ നമുക്കറിയാം ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് മൾട്ടിപ്ലോ π, 2π, 3π, 0, -π, etc. Range means all real number greater than or equal to 1 or less than or equal to -1. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരും. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു റിയൽ നമ്പറിൽ നിന്ന് മൾട്ടിപ്ലോ π ഒഴിവാക്കിയതാണ് വരേണ്ടത്. പക്ഷേ ബൈജക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഡിഫൈൻ ചെയ്യും. അതായത് -π/2 മുതൽ π/2 വരെയുള്ള പാർട്ടിലാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 0 എന്ന് പറയുന്ന നമ്പറിൽ ഫംഗ്ഷൻ ഡിഫൈൻ ഇല്ലാത്തതുകൊണ്ട് 0നെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മൈനസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ -1, 1 ടു സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ടു π/2 എക്സ്ക്ലൂഡിങ് 0. ഈ ഒരു റീജിയനിലാണ് നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തൽക്കാലം ഇതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. തൽക്കാലം കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫ് ഹൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് എക്സ് ആക്സിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ആക്സിൽ എന്ത് ചെയ്യും, ആംഗിൾ മാർക്ക് ചെയ്യുന്നതിന് പകരം വാല്യൂ മാർക്ക് ചെയ്യും. വൈ ആക്സിലാണെങ്കിൽ ആംഗിൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഗ്രാഫ് വരക്കാൻ നോക്കാം. കൊസീക്കൻ്റ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരക്കാം. ഇതാണ് കൊസീക്കൻ്റ് ഇൻവേഴ്സ് ഗ്രാഫ്. ദാറ്റ് മീൻസ് ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ greater than or equal to -1 or less than or equal to 1, and the range is closed interval -π/2 to π/2 excluding -π/2 to π/2. Here you have to remember this value is SQL. 0, the function is not defined. This is the graph of cosecant inverse x. Yes. Now we can draw the graph of sec inverse x. In the similar manner, we can draw the graph of sec inverse x. First of all, I am drawing the graph of sec x.
Here it is not a one-to function. Therefore, we have to take a part of this part, that is closed interval 0 to pi. We are taking excluding pi by 2. That is the range of, that is the domain of the function. Now I am drawing the graph of this function, that is secant inverse x. This is secant inverse x. Domain is set of all real number except open interval -1, 1, and the range is closed interval 0, pi, excluding pi by 2. Yes. We can draw the graph. Yes. Here the domain is all real number less than or equal to -1 and greater than or equal to 1. And the range is closed interval 0, pi, excluding the number pi by 2. This is secant inverse x. In the similar manner, we can draw the graph of cot inverse x also. Cot inverse x we can draw like this. Yes. The domain is set of all real number and the range is open interval 0, pi. First of all, we can check the graph of cot x. That is like this. It is not a bijection. It is a main even function, but it is onto. So we have to take this part. So we can draw the graph like this. Yes. ഇതാണ് cot inverse എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം -pi/0 to pi വരെയുള്ള എക്സ് ആക്സിൽ കംപ്ലീറ്റ് റിയൽ നമ്പറും വരുന്നുണ്ട്. അപ്പോൾ ഡൊമൈൻ 6 ആണ്. വൈ ആക്സിൽ 0, pi എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവലാണ്. അവിടെ 0 എക്സ്ക്ലൂഡഡ് ആണ്, pi എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് cot inverse എക്സിൻ്റെ ഗ്രാഫ്. ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്നത്.